സ്പീൽബർഗിന്റെ ഒരു പടമുണ്ട്, ഫസ്റ്റ് ഫിലിമാണ് അയാൾ. അതിന് മുന്നേ അയാള് പല പടങ്ങളും ചെയ്തിട്ടുണ്ട്, പടമല്ല TV സീരിയൽ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഡിയൽ എന്നുള്ള പടം അതിനകത്ത് ആർട്ടിസ്റ്റുകൾ ആരുമില്ല, അയാളെ ഫസ്റ്റ് ഫിലിമാണ്. ഒരു ലോറിയും ഒരു കാറുമാണ് അതിന്റെ ആർട്ടിസ്റ്റ്. അതിന് കാറിന്റെ ഡ്രൈവർ മാത്രം കാണിക്കും. ലോറിയുടെ ഡ്രൈവറിനെ നമ്മൾ പടം കഴിഞ്ഞ് ആ ലോറി കത്തിച്ച് കളയുന്നവരേക്കും പടം അതിനകത്ത് ഡ്രൈവറെ കാണില്ല. പക്ഷേ ദാറ്റ് ഷോഡ് സംതിങ് ലൈക്ക് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ഏറെ കുത്തിയാൽ ചേരയും കടിക്കും എന്ന് പറയും. അതാണ് ആ പടം. ഒരു ചെറിയൊരു കാറും കൊണ്ടൊരുത്തം പോകുന്നു ഹൈവേയിൽ, അയാളുടെ വീട്ടിലേക്ക് എത്താനുള്ള വെപ്രാളത്തിൽ ഒരു ട്രക്കിനെ ഹോൺ അടിച്ചിട്ടൊന്ന് ഓവർടേക്ക് ചെയ്തതിന് ആ ട്രക്കുകാരന് ഇറിറ്റേഷൻ വരികയാണ്. അതിനുശേഷം ഈ ട്രക്കുകാരൻ ഇവനെ വന്ന് വെറുതെ കുത്തുക, ഇടിക്കുക. അവസാനം ഈ കാറുകാരൻ സൈ കെട്ടിട്ട് ഓടി രക്ഷപ്പെട്ട് വെയിറ്റ് ചെയ്യുന്നതൊന്ന് പോട്ടെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല, പോയേ പറ്റുമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് ഈ കാറുകാരൻ കൊണ്ടുപോയിട്ട് ഈ ട്രക്കിനെ ഒരു കൊക്കയിലേക്ക് മറിച്ചിടുന്ന ഒരു സീക്വൻസ് ആണത്. അതാണ് അതിന്റെ ക്ലൈമാക്സ്. ഹൗ ബ്യൂട്ടിഫുള്ളി ദാറ്റ് ഫിലിം വാസ് മെയ്ഡ് എന്ന്. അപ്പൊ അതിനകത്ത് ആർട്ടിസ്റ്റുകളൊന്നുമില്ല, പക്ഷെ അതിന്റെ കൺസെപ്റ്റ് ആണത്. കാരണം ഇവിടുത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ ഓഡിയൻസ് ആരാണ്? ഓട്ടോറിക്ഷ ഇല്ല, ആദ്യം തിയേറ്ററിൽ കയറി വരുന്നവരാണ് യൂത്ത് ഡ്രൈവേഴ്സ്. അവരിവര് കള്ളുഷാപ്പിലൊക്കെ കുടിച്ച് വേലാതിനെ അടിച്ചു വന്നിരുന്ന് പടം കണ്ട് 3-ാം ദിവസം തല്ലും കുത്തൊക്കെ ആയിട്ട് പോകും. ഇവൻ ഈ പടം മനസ്സിലായില്ലെങ്കിൽ ആ പടം ഫ്ലോപ്പാണ്. അതൊന്നും മനസ്സിലായില്ല, അവരങ്ങ് പോയി അവര് പറയുന്നതാണ് ഈ വേർഡ് സ്പ്രെഡ് ആവും. ഇവിടെ ഇങ്ങനെ പടം വന്നിട്ട് ഇന്ന ആളുടെയാണ് എന്നും പറഞ്ഞിട്ട് ഇറങ്ങി വരുന്ന ഫാമിലീസ് എത്രയുണ്ട്? ഇല്ല. പാസഞ്ചർ പോലുള്ള സിനിമ വിജയിച്ച അതിനെപ്പറ്റി ബാഡായിട്ടുള്ള ഒരു അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നില്ല. തുടക്കം മുതൽ തന്നെ അതിനെപ്പറ്റി നല്ല അഭിപ്രായമായിരുന്നു. ഇല്ല, പാസഞ്ചേഴ്സ് അതിനകത്ത് ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് സംതിങ് ഡിഫറെന്റ്. അപ്പൊ ഫ്രണ്ട് ബെഞ്ചേഴ്സ് കാരണം അതിനകത്ത് ഒരു വലിയ ആർട്ടിസ്റ്റുകളോ ഇതൊന്നുമല്ല. ശ്രീനിവാസൻ അല്ലെങ്കിൽ മറ്റേ എന്താ ദിലീപ്. അപ്പൊ അങ്ങനൊരു എക്സ്പെക്ടേഷനിൽ പോയിരുന്നു കണ്ടു. അതിനെപ്പറ്റി ആദ്യം ക്രിട്ടിസൈസ് ചെയ്യില്ല. ദാറ്റ് വാസ് നോട്ട് എ കോമ്പറ്റീഷൻ. അപ്പൊ ആ പടം ഓടിപ്പോയി അതിനിടെ കൂടെ. ഇവിടെ പല പടങ്ങളും ഒന്ന് ഓടാമെന്നുണ്ടെങ്കിൽ തന്നെ ഒപ്പോസിഷൻ ഗാലറി ഇരുന്നിട്ട് പടം പോകാനല്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ പ്രൊപ്പഗണ്ട നടക്കുന്നു. സോ മെനി പ്ലേസസ് വി ആർ കില്ലിംഗ് അവർ ഫിലിംസ് ബൈ ദിസ് കൈൻഡ് ഓഫ് പ്രൊപ്പഗണ്ട. പൈറേറ്റഡ് സീരീസ്. അപ്പൊ എന്താ വെച്ചാൽ അന്യ സീരീസ് നോക്കാം കഴിഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങനെ. എന്നാലും ഞാൻ കീർത്തി ചക്ര എന്നുള്ള സിനിമ എടുത്തിട്ട് CD ഒരു 20 ദിവസം കൊണ്ട് CD ഇറങ്ങി. പക്ഷെ എന്നിട്ടും 75-ാം ദിവസം ഹൗസ്ഫുൾ ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ്. അതെന്താ വെച്ചാൽ ആ CD കണ്ടിട്ട് അവർ നോക്കുമ്പോ ഇത് തിയേറ്ററിൽ പോയി കാണുന്നില്ല, നിൽക്കില്ല. അതങ്ങനെയുള്ള റിപ്പോർട്ട് വരണം. CD ഞാൻ കണ്ടതാണ്. 25-30 ദിവസത്തിലൊക്കെ വിൽക്കുന്നത് ഞാൻ തന്നെ വാങ്ങിച്ചതിന് ശേഷമാണ് ആ വാങ്ങിച്ചവൻ എന്നെ നോക്കിയിട്ട് CD തിരിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. സാറേ വായിച്ചതറിയില്ല സാറേ നമ്മൾ ഇതൊന്നാണ്. അപ്പം എന്നിട്ടും പടം ഓടുന്നുണ്ട്. ബിക്കോസ് അത് CD ഉണ്ടപ്പോൾ ആൾക്കാരുടെ ഇല്ല, ഇത് തിയേറ്ററിൽ പോയിരുന്ന കാണുമോ ശരിയാകുന്നു. അപ്പത്തെ ഇവന്റ്. പക്ഷെ പല പടങ്ങളും അങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ആ CD ഒതുങ്ങിപ്പോയി. പിന്നെ ആരും തിയേറ്ററിൽ പോയി മതിയാവുന്നു. അപ്പൊ അതുകൊണ്ട് യു ഹാവ് ടു കോമ്പീറ്റ് വിത്ത് നാളെ ലാൽ പറഞ്ഞ കറക്റ്റാണ്. യു ആർ കോമ്പീറ്റിംഗ് വിത്ത് ഇംഗ്ലീഷ് ഫിലിംസ് ആൻഡ് തമിഴ് ഫിലിംസ്. സോ യു ഗോട്ട് റിയലി മേക്ക് എൻ എഫേർട്ട്. അതിന്റെ ബജറ്റ് ഇല്ല അവിടെ. വയബിളല്ല, പക്ഷെ അത് ഓടുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു മേക്കിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള അതൊരു നല്ലൊരു പബ്ലിസിറ്റിയും കാര്യങ്ങൾ മാർക്കറ്റിംഗ് നന്നായിട്ട് കൊടുക്കും. എക്സ്ട്രീമാണ്. എക്സ്ട്രീം വന്നിട്ടുണ്ട്. വാർ മൂവീസ് ഐ ലൈക്ക് ദ പാറ്റേൺ. ഇംഗ്ലീഷ് ഫിലിം പാറ്റേൺ. ഇന്ത്യൻ ഫിലിംസിൽ വാർ ഫിലിം എനിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ഹക്കീക്കത്ത് എന്ന് പറഞ്ഞൊരു പടം, അത് കുറച്ച് റിയാലിസ്റ്റിക് ഫിലിമായിരുന്നു. ബാക്കിയെല്ലാം ബോർഡർ ഓൾസോ ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ് മച്ച്. വൈ? ബിക്കോസ് ഹി ഡിഡ്ന്റ് സ്റ്റിക്ക് ഓൺ ടു ദ ഡിസിപ്ലിൻ ഓഫ് ദ ആർമി. സെൻഷടിക്ക് ഇത്രയും കൂടിയുണ്ട്, അതുണ്ട്. സോ ദാറ്റ് വാസ് സിനിമാറ്റിക് ഫിലിം. ജീവ വാസ് ലൈക്ക് എന്റെ കമാൻഡോസിനകത്ത്. ദാറ്റ് ഈസ് വൈ ഐ മെയ്ഡ് എവരിബഡി ഇൻ ദ കമാൻഡോ. വൈ? ബിക്കോസ് കമാൻഡോസ് ഞാൻ എന്റെ 4 വർഷം ഞാൻ താടിയും പഠിച്ചിട്ടില്ല, മുടിയും പഠിച്ചിട്ടില്ല. Commandos, we can give that liberty. Because we don't have any, because we go for a lot of undercover operations. അതിൽ തന്നെ നിങ്ങൾ കണ്ടാണ്
ഫിറങ്ങൊക്കെ ഇട്ടിട്ട് ഓപ്പറേഷൻ പോകുന്നത്. വൈദിക അങ്ങനെതാണ്. അപ്പൊ എന്താ വെച്ചാൽ ഈ മുടിയൊക്കെ വല്ലാതെ വെട്ടിക്കഴിഞ്ഞാൽ മിലിറ്ററിക്കാരാണെന്ന് അറിയാം. സോ ഞങ്ങളുടെ കമാൻഡോസിനകത്ത് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഫക്കിൻ ഹെയർ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്ന് ചിരിച്ചുകൊണ്ട് കൂടായിട്ട് വീട്ടിൽ അങ്ങ് പോകുന്നുണ്ട്. സോ അതിനകത്ത് എനിക്ക് പക്ഷെ ഇതിനകത്ത് കുരുക്ഷേത്രയ്ക്കകത്ത് അത് ആർമിയാണ്. അവിടെ യു വിൽ നോട്ട് ഫൈൻഡ് എനിബഡി വിത്ത് എ ലോങ് ഹെയർ. അവിടെ എല്ലാവരും കൂടി വെട്ടിച്ചിട്ടുണ്ട്. കമാൻഡോസിൽ ഞാൻ പറഞ്ഞു ലാലിനോട് ഞങ്ങൾ വേണമെങ്കിൽ തലയും വളർത്താൻ കേട്ടോ, ഞാൻ നോട്ട് ബോധരുന്നത്. സോ അത് അങ്ങനെയുള്ള ഇതായിരുന്നു. ലോട്ട് ഓഫ് മിസ്റ്റേക്സ്. എത്രയോ ഹിന്ദി പടങ്ങൾ കണ്ടു കഴിഞ്ഞാലും എത്ര പെർഫെക്ഷൻ പോയി കഴിഞ്ഞാലും പലയിടത്തും കണ്ടത് റിബൺ എടുത്തിട്ട് ഇപ്പുറത്ത് വയ്ക്കും, ഇപ്പുറത്ത് എടുത്തിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വയ്ക്കും, ഇവിടെ ഇട്ടിരിക്കുന്ന ലൈനുകൾ വേറെ ആയിരിക്കും. ഇങ്ങനെ പല മിസ്റ്റേക്കുകളും ഇവിടെ കാണുന്നുണ്ട്. ഭയങ്കരമായിട്ടുണ്ട്. അയാളുടെ പടത്തിനകത്ത് അടക്കം മിസ്റ്റേക്കുകൾ കണ്ടിട്ടുണ്ട്. എനിക്ക് പഴയ മെലഡീസ് മലയാളം വയലാർ സാറിന്റെയും അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തുള്ള പാട്ടുകളൊക്കെ ഓക്കെ യു ക്യാൻ കം അപ്പ്. ഗസൽ എനിക്കിഷ്ടമല്ല, എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമാണ്. ലൈക്ക് ദ സാഡ് ഡ്രൈവിംഗ് തിങ്സ് എന്നുള്ളത്. പക്ഷെ നല്ല വേർഡ്സ് ഒക്കെ ലൈക്ക്. ഒരു ഭാര്യ ഒരു കുട്ടി. അല്ല മദ്രാസാണ്. ഞാനിപ്പോ സിനിമാറ്റോഗ്രാഫിക്ക് പോകുന്നു ലണ്ടനിലേക്ക്. ലൈഫ്. അച്ഛനുണ്ട്, അമ്മയില്ല. പട്ടാമ്പേരുണ്ട്. അനിയനുണ്ട്. കണ്ടാ ചേട്ടനൊന്നും, പക്ഷെ അനിയനില്ല. കണ്ണം ബുദ്ധ ഫിലിംസിൽ അഭിനയിക്കുന്ന പാട്ട്.